അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേൾക്കുന്നതും പറയുന്നതും നമ്മുടെ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. അസ്ഹാബുൽ ബദറിൻ്റെ ദിവസമാണിന്ന്, ബദരീങ്ങളുടെ ആണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്തായ ദിവസം കൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നമ്മയൊക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അവരുടെ പേരിൽ ആദ്യം ഒരു ഫാത്തിഹ ഓതുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ദുആഇനെ സംബന്ധിച്ചായിരുന്നു, പ്രാർത്ഥനയെ സംബന്ധിച്ചായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക തന്നെ വേണം. പ്രാർത്ഥിച്ച് നമുക്ക് ഉത്തരം കിട്ടാതാവും. ഒരു പ്രതീക്ഷ വേണം. അള്ളാഹുവിനോടുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടാവണം. എൻ്റെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കുമെന്നുള്ളതായ പ്രതീക്ഷ നമുക്കുണ്ടാകണം. പ്രതീക്ഷയില്ലാതെ പ്രാർത്ഥിച്ചാൽ അതിന് പ്രതിഫലം ഉണ്ടാകൂല. പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല പ്രതീക്ഷ, അള്ളാഹുവിലുള്ള പ്രതീക്ഷ വേണം. എൻ്റെ റബ്ബ് എനിക്കെല്ലാം തരും, എനിക്കത് നടത്തിത്തരും, എനിക്ക് സാധിപ്പിച്ചു തരും എന്നുള്ളതായ ദൃഢനിശ്ചയത്തോടു കൂടെ പ്രാർത്ഥിക്കണം. എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. അല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല. ഒരു പ്രതീക്ഷയില്ല. ആമീൻ അൽഹംദുലില്ലാ എല്ലാം ചോദിക്കുക, വേണമെങ്കിൽ തന്നാൽ മതി, അങ്ങനെയല്ല. അള്ളാഹുലൊരു പ്രതീക്ഷയാണ്, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുള്ളൂ. എന്നങ്ങനെ പ്രതീക്ഷ അർപ്പിച്ചിട്ട് ഒരുപാട് ദുആ ചെയ്ത് നമുക്ക് കിട്ടാതൊരു കയ്യിൽ വിഷമിക്കും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഉത്തരം നാളെ പരലോകത്ത് വെച്ച് നൽകുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമുക്ക് ചോദിക്കാനാണ് പ്രയാസം. ചോദിക്കണം. പ്രാർത്ഥന നമുക്കില്ലാതെ വന്നാൽ റബ്ബ് കാട്ടുന്നതല്ല നമ്മളോടൊരു ഹുബ്ബ്. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇഷ്ടം വെക്കൂല. പ്രാർത്ഥിക്കുവാൻ നമ്മോടവൻ കൽപ്പിച്ചതാ, ഇല്ലാതിരുന്നാൽ നമ്മളെ തള്ളുന്നതാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥന നടത്തണം. ഏതൊരു കാര്യം വന്നു കഴിഞ്ഞാലും പ്രാർത്ഥന നടത്തണം. പ്രാർത്ഥന നടത്തിയിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തട്ടുന്നതാണ്. നമ്മളെ ഭാഗത്തുക്ക് വേണ്ടിയില്ല. സൂറത്തുൽ ഫുർഖാനിൽ അവൻ വിവരിച്ചതാ, എന്നുള്ളതല്ലടിമത്തവും കാട്ടുന്നതാ. പ്രാർത്ഥിക്കുവാൻ തൗഫീഖ് ചെയ്താൽ പിന്നെ അതിനുത്തരം ഉണ്ടെന്ന് ലക്ഷ്യം തന്നെ. പ്രാർത്ഥന അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം നമുക്ക് ആ പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കണം, കിട്ടണം എന്നുള്ളതായ ലക്ഷ്യമാണ്. അല്ലാതെ വേണമെങ്കിൽ കിട്ടിക്കോട്ടെ, അല്ലാത്ത രൂപത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അള്ളാഹുവിനോട് ചോദിച്ചോളി, അള്ളാഹു തആല തരും. പ്രാർത്ഥന ഇബാദത്ത ഹബീബേ എന്ന് നുഅ്മാനവൻ പറയുന്നു നബിയിൽ നിന്ന്. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബാദത്താണ് എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയൊരു ഇബാദത്ത് തന്നെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആരോടാ ചോദിക്കുന്നത്? അള്ളാഹുവിനോട് ചോദിക്കാണ്. വലിയൊരു ഇബാദത്താണ് പ്രാർത്ഥിക്കുക.
വിശ്വാസികൾക്കുള്ളായുധം ദുആയെന്ന് തിരുമുസ്തഫ നബി തന്നതും പറയുന്നു. സത്യവിശ്വാസികളായ ആളുകൾക്ക് അവരുടെ ഒരു ആയുധമാണ് പ്രാർത്ഥന എന്ന്. ആ പ്രാർത്ഥന കൊണ്ടാണ് വിജയിക്കുക. അസ്ഹാബുൽ ബദർ വിജയിച്ചത് പ്രാർത്ഥന കൊണ്ടാണ്. എല്ലാവരും വിജയിച്ചത് പ്രാർത്ഥന കൊണ്ടാണ്. എല്ലാവരും വിജയിച്ചത് പ്രാർത്ഥന കൊണ്ടാണ്. പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് അവർ വിജയിച്ചിട്ടുള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദം നബി പ്രാർത്ഥിച്ചതാണ് അല്ലേ? ശരീരത്തോട് അക്രമം ചെയ്തതൊന്ന് പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്. പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകുമെന്ന് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. എന്നിട്ട് അവസാനത്തെ പ്രവാചകൻ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്ത്? റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, പ്രധാനപ്പെട്ടത് പറഞ്ഞോളൂ മാത്രം. അപ്പോൾ വിശ്വാസികളുടെ ഒരു ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളത്. അവർ ബദറിൻ്റെ രണാങ്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇത്രയും വരുന്ന ആളുകളോട് നമ്മളെങ്ങനെയാണ് പോരാടുക എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു. ദീൻ ഇവിടെ നിലനിൽക്കണം. ആ ദീനിനെ പൊളിച്ചു കളയാൻ ആര് വന്നു കഴിഞ്ഞാലും ഏത് ശത്രുവായാലും അവൻ്റെ തല നമ്മൾ എടുക്കണം എന്നുള്ള ദൃഢനിശ്ചയം, ആ ഒരു വിശ്വാസം, ആത്മവിശ്വാസം, അല്ലാഹു തആല കൈവിടൂല എന്നുള്ളൊരുറപ്പ്. അതുകൊണ്ടാണ് ബദറിൽ വിജയിച്ച്. അതുകൊണ്ടാണ് അല്ലാഹു തആലാൻ്റെ സഹായം വന്നു. ദുആയിരുന്നു, എല്ലായിടത്തും ദുആയിരുന്നു. അതുമാത്രമല്ല ഇബാദത്തിന് മജ്ജയാ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. മൂന്നിൽ ഗുണം ഏതെങ്കിലും ഒന്നുള്ളതാ, പ്രാർത്ഥിച്ചിരുന്നാൽ നിശ്ചയം കിട്ടുന്നതാ. ചോദിച്ചതപ്പോൾ തന്നിടുന്നതു തന്നെ, അല്ലാത്ത പക്ഷം ആഖിറത്തിൽ പിന്നെ. ഇവ രണ്ടുമല്ലെങ്കിൽ പൊറുക്കൽ തന്നെ, നബി തങ്ങളിൽ നിന്നുള്ളതാണിതു പൊന്നേ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും നൽകും. ഇനി അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ നൽകും. അവിടുന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, പ്രാർത്ഥിച്ചോളി, ദുആ ചെയ്തോളി, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തോളി. തീർച്ചയായിട്ടും അള്ളാഹു സ്വീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പറയാനുള്ളത്, ഇന്ന് രാത്രി 10 മണിക്ക് ഇന്ന് രാത്രി കൃത്യം 10 മണിക്ക് ലൈവിൽ മജ്ലിസ് നൂർ ഉണ്ടാവും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.